ആത്മാവിൽ ചെന്നു. അങ്ങനെ ബൈബിൾ പറയുന്നു. അങ്ങനെയാ. അപ്പം പീലാത്തോസും പടയാളികളെല്ലാം യേശുവിനെ എന്ത് ചെയ്തു? ക്രൂശിച്ചു. കേട്ടോണം, ഇത് യേശു വന്ന് ചിന്തിക്കുക. യേശുവിനെ ക്രൂശിച്ചു, എന്നിട്ട് കല്ലറയ്ക്കകത്ത് എന്ത് ചെയ്തു? വെച്ചു. അപ്പൊ അവര് വിചാരിച്ചത് എല്ലാവരും കല്ലറയിൽ ഇരിക്കുന്ന പോലെ അവൻ ഇരിക്കുകയായിരുന്ന. പക്ഷേ ക്രൂശീകരണം വരെ, അടക്കം വരെ അവർക്ക് മനസ്സിലായി. പക്ഷേ അടക്കം കഴിഞ്ഞപ്പോൾ അവൻ വേറൊരു ശരീരത്തിലാണ്. ആ ശരീരത്തിന്റെ പേരാണ് ആത്മാവിന്റെ ശരീരം. ആ ശരീരത്തിൽ അവൻ പാതാളത്തിൽ ചെന്നു. ആത്മാവിൽ ചെന്ന് അവൻ ബദ്ധന്മാരെ വിടുവിച്ചുകൊണ്ട് കയറി. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നിനക്ക് ദൈവശക്തിയാ. അതിന്റെ അർത്ഥം നീ യേശുവിനെ വിശ്വസിച്ചു. ആ വിശ്വാസ പ്രഖ്യാപനം അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാൻ സ്നാനപ്പെട്ടപ്പോൾ കല്ലറയിൽ വെടക്കുന്നത് വരെ യേശുവായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൻ ആത്മാവിൽ വേറൊന്നായി. ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ലോകത്തിനതറിയത്തില്ല അവൻ. പക്ഷെ രക്ഷിക്കപ്പെട്ടവൻ പറയൂ, അവൻ ആത്മാവിൽ ചെന്ന് അവൻ പൈശാചിക ലോകത്തിലേക്ക് ഇറങ്ങി തടവറയിൽ കിടക്കുന്നവരെ വിടുവിച്ചു കൊണ്ടുവരും. ഓ ജീസസ്.